വാനമല്ല തനിക്ക് ഈ ഒരു അസുഖം വരാൻ കാരണം, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഇത് പാരമ്പര്യമാണ് എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം ഇന്റർവ്യൂകളിലടക്കം പറഞ്ഞത്. എന്തായാലും നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. നാളെ വൈകിട്ട് സംസ്കാരം. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണുള്ളത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈബീഡൻ, നാദിർഷ തുടങ്ങി നിരവധി പേർ അവിടെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് സിബി ജോസഫ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സിബി, അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അവിടെ ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത്? ജീന, ഇപ്പോഴും അദ്ദേഹത്തിന്റെ മൃതദേഹം നാളെ രാവിലെ 8 മണി വരെ ഈ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരിക്കും ഉണ്ടാകുക. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് രമേഷ് പിഷാരടി, അദ്ദേഹം MLA കൂടിയാണ്, MLAയും നടനുമായ രമേഷ് പിഷാരടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഹൈബീഡൻ MP ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇവിടെ, മകൻ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല പല സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ താരങ്ങളും, പല പല ഈ കൊച്ചിയിലുള്ള, എറണാകുളത്തുള്ള താരങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ, ഇവിടെ ദൃശ്യങ്ങൾ കണ്ടുപോലെ തന്നെ ഈ നടന്മാരും അതോടൊപ്പം തന്നെ മറ്റുള്ള സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും, അതുകൂടാതെ ഈ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രത്യേകിച്ച് ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ഇവിടെ നമുക്ക് നാദിർഷ ഉൾപ്പെടെയുള്ളവരെ കാണാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഹോസ്പിറ്റലിലേക്ക് നടൻ ദിലീപുണ്ട്, അതുകൂടാതെ അമ്മ പ്രസന്റ് കൂടെയായ നടി ശ്വേത മേനോനുണ്ട്, രമേഷ് പിഷാരടി ഉണ്ട്, ഉൾപ്പെടെയുള്ള ഇവിടെ എറണാകുളത്തുണ്ടായിരുന്ന നടീനടന്മാരെല്ലാം തന്നെയും പെട്ടെന്ന് എത്താൻ കഴിയുന്നവരെല്ലാം തന്നെയും സലീം കുമാറിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവർ എത്തി. ഇപ്പോൾ അമൃത ആശുപത്രിയിൽ ഈ സലീം കുമാറിന്റെ മൃതദേഹം ഉൾപ്പെടെ എല്ലാം തന്നെയും കാണുന്ന, അത് കണ്ടുകൊണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നടൻ ദിലീപുണ്ട്, അതോടൊപ്പം തന്നെ രമേഷ് പിഷാരടിയുണ്ട്, അതുകൂടാതെ മറ്റുള്ള ശ്വേത മേനോൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. കൂടാതെ ഇവരുടെ കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ അവസാനം നോക്ക് കാണുന്നൊരു, പ്രത്യേകിച്ച് നമുക്കറിയാം നടൻ ദിലീപൊക്കെ ഒരുപാട് നാൾ ഒരുമിച്ച് മിമിക്രി കാലഘട്ടം മുതൽ, അത് മാത്രമല്ല നിരവധി സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ആത്മസുഹൃത്തു കൂടിയാണ് സലീം കുമാർ. അവരൊരു കാലഘട്ടം, ദിലീപിന്റെയും സലീം കുമാറിന്റെയും നാദിർഷയുടെയും രമേഷ് പിഷാരുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നൊരു മലയാള സിനിമയെ സംബന്ധിച്ച് സുവർണ്ണഘട്ടം തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് നിരവധി സിനിമകൾ, എത്രത്തോളം സിനിമകൾ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, അത്രത്തോളം ഒരു വൈകാരികമായ ബന്ധം ഇവർ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. ഈ നടന്മാരെല്ലാം തന്നെ ഒരുമിച്ച് അഭിനയിച്ച്, ഒരുമിച്ച് ഒരു കുടുംബം പോലെ ജീവിച്ച ആളുകളാണ്. ആ ഒരു വൈകാരികമായ ഒരു തലം അവർക്ക്, അവരുടെ ബന്ധങ്ങൾക്കിടയിലുണ്ട്. മിമിക്രി കാലഘട്ടം മുതൽ, പ്രത്യേകിച്ച് നമുക്കറിയാം സലീം കുമാർ മിമിക്രിയിലൂടെയാണ് അദ്ദേഹം ഒരു സിനിമാ മേഖലയിലേക്ക് എത്തിയത്. ആ കാലഘട്ടം മുതൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത്, മിമിക്രി കാലഘട്ടം മുതൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഏറ്റവും അടുത്തുണ്ടായിരുന്നവരൊക്കെ തന്നെ ഇപ്പോൾ ഈ അമൃത ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് ഓടിയെത്തുകയാണ്. അദ്ദേഹത്തിന് അസുഖം കൂടുതലാണെന്ന് കഴിഞ്ഞ 2 ദിവസമായി അറിയാമായിരുന്നു. എങ്കിലും അദ്ദേഹം പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു മരണം അടയും, അല്ലെങ്കിൽ അദ്ദേഹം വേർപിരിഞ്ഞ് പോകുമെന്നൊരു പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളതായിരുന്നു എല്ലാവരും പ്രതീക്ഷ. കാരണം ഇതിനു മുൻപും അദ്ദേഹം അസുഖങ്ങൾ മൂലമൊക്കെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പല പല അസുഖങ്ങളുണ്ടെന്നൊക്കെ ചില സോഷ്യൽ മീഡിയയിൽ ചില പല കാര്യങ്ങളും, പ്രത്യേകിച്ച് അദ്ദേഹം മദ്യപാനിയാണെന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ സലീം കുമാർ തന്നെ അതിനെ വളരെ ഹാസ്യാത്മകം എടുക്കുകയും, ഞാൻ അങ്ങനെയല്ല, എനിക്ക് ചില പാരമ്പര്യമായി ചില രോഗങ്ങളുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് പിന്നീട് തമാശ രൂപത്തിൽ അതിനെപ്പോലും ഒരു ട്രോളായി കാണുന്ന ഒരാളായിരുന്നു സലീം കുമാർ. അത്തരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ആരോഗ്യവുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെയും അദ്ദേഹത്തിന്റെ ശരീരം ക്ഷീണിക്കുമ്പോഴൊക്കെ തന്നെ പല രീതിയിലും പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും പല രീതിയിലും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയും ചെയ്യുന്ന ഒരു സമയവും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അതിനെയൊക്കെ വളരെ തമാശയോടെ അതിനെയും ട്രോളിക്കൊണ്ട് നോക്കിക്കാണുന്ന ഒരാളായിരുന്നു സലീം കുമാർ. ആ സലീം കുമാറിന് വലിയൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദത്തിന്റെ
ഒരു കാഴ്ച തന്നെ നമുക്ക് നേരിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം മരിച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എല്ലാവരും ഈ എറണാകുളം നഗരത്തിൽ തന്നെയുള്ള എല്ലാ സിനിമാതരങ്ങളും പെട്ടെന്ന് ഓടിയെത്തുകയാണ്. അവിടെ നിരവധി പേർ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ്. നാളെ രാവിലെ 8 മണിക്കാണ് ഇവിടെ നിന്നും ഈ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതശരീരം പിന്നീട് പറവൂരിലേക്ക് കൊണ്ടുപോകുക. പറവൂര് അദ്ദേഹത്തിൻ്റെ വീട് നമുക്കറിയാം, വി ഡി സതീശൻ്റെ, മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സ്വന്തം മണ്ഡലം കൂടിയാണ്. ആ പറവൂരിലെ ടൗൺ ഹാളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുക. അവിടെ 12 മണിവരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ വൈകിട്ടോടെ സംസ്കാരം എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും